എന്താ കൊട്ടേഷനാണോ? അല്ല, ചെറിയൊരു പേടിപ്പിക്കല. ഇത് സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. എനിക്കിത് കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. എന്തൊക്കെയായി നടക്കുന്നേ? അല്ല, ആരാ അവരൊക്കെ? എന്തിനാ അവരൊക്കെ ഇങ്ങനെ സച്ചിയുടെ പിന്നാലെ വരുന്നേ? സച്ചി സൂക്ഷിക്കണം. ഏയ്, അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുന്നതിനൊക്കെ നേരിട്ടേ പറ്റൂ. സച്ചിയോട് വളരെ സൂക്ഷിക്കണമെന്ന് ഗുരുജി പറഞ്ഞത്. ആരൊക്കെയോ ശത്രുക്കൾ സച്ചിയുടെ ചുറ്റിനും ഉണ്ട്. സച്ചിയെ കൈ ഒന്ന് നീട്ട്. എന്തിനാ? കൈ നീട്ടാൻ പറഞ്ഞ അത് ചെയ്താ മതി. എന്തിനാണെന്ന് ചോദിക്കണ്ട. എന്തിനാ ഇത്? ഇത് എന്റെ കയ്യിൽ കെട്ടാൻ ഗുരുജി ജപിച്ചെന്ന മന്ത്രച്ചരടാ. ഇത് തൽക്കാലം സച്ചിയുടെ കയ്യിൽ കെട്ടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഇനിയും വരും ഇതുപോലുള്ള ശത്രുക്കള്. കൈ നീട്ട്, ഞാൻ കെട്ടിത്തരാം. നീട്ട്. അപ്പോ ഇത് കെട്ടിയ ശത്രുക്കൾ വരില്ലെന്നാണോ? കളിയാക്കരുത് കേട്ടോ. ഇത് കെട്ടിയാലൊന്നും ശത്രുക്കൾ വരാതിരിക്കില്ല. കയ്യിലിരിപ്പ് അതാണല്ലോ. പക്ഷെ എത്ര ശത്രുക്കൾ വന്നാലും സച്ചിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഗുരുജി പൂജിച്ച ഈ മന്ത്രച്ചരടിലുള്ള രക്ഷ ഏത് അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. താൻ പേടിക്കണ്ട, ഞാൻ അങ്ങനൊന്നും ചാവത്തില്ല. ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, നോക്കെടുത്ത് ആവശ്യമില്ലാത്ത വർത്താനം പറയും. സച്ചിക്ക് എന്തെങ്കിലും പറ്റി ആർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? മനുഷ്യന്റെ ചങ്കി കൊള്ളുന്ന വർത്താനം പറയല്ലേ. എന്തു പറഞ്ഞാലും കളിയും തമാശയും. ഇത് കെട്ടിത്തന്ന എന്നെ വേണം തല്ലാൻ. അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ ഞാനാരാ? എനിക്കെന്താ അവകാശം? വക്കീൽ എന്തിനാ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നേ? വക്കീലിന്റെ ടെൻഷൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞതെങ്കിൽ തിരിച്ചെടുത്തേക്കുന്നു പോരെ? വക്കീലെ, ഒന്ന് ചിരിക്കേ. ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ഈ മുഖം കാണാൻ ഒരു ചന്തവും ഇല്ല. ഒന്ന് ചിരിച്ചാ എന്തോ കുഴപ്പം? ഇപ്പൊ സൗകര്യമില്ല. അതെ, എന്നോട് പിണക്കം മാറിയെന്ന് പറയാതെ ഈ വണ്ടി ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. എനിക്കാരോടും പിണക്കൊന്നുമില്ല. പിണങ്ങാൻ ഞാൻ സച്ചിയുടെ ആരാ? ഓ, മര്യാദയ്ക്ക് വണ്ടി എടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. ഈ നാട്ടിലെ ടാക്സിക്ക് അത്ര ക്ഷാമമൊന്നുമില്ല. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഇല്ല. ശരി, പോയേക്കാം. അതെ, ഗുരുജിയുടെ ഈ രക്ഷ എനിക്ക് വിശ്വാസം. വക്കീലിന്റെ പ്രാർത്ഥനയും ഗുരുജിയുടെ അനുഗ്രഹവും ഉള്ളപ്പോ എത്ര ശത്രുക്കൾ വന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. ഓ, ഒന്ന് ചിരിച്ചല്ലോ. എന്നാ പോയേക്കല്ലേ?